എല്ലാ വർഷവും നവംബർ 14 നമ്മൾ ലോക പ്രമേഹ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷത്തെ പ്രമേഹ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശം ഡയബറ്റീസ് ആൻഡ് വെൽ ബീയിങ് എന്നുള്ളതാണ്. അതായത് ഒരു പ്രമേഹ രോഗിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവർക്ക് രോഗത്തെ നിയന്ത്രിച്ച് നിർത്തി അവരുടെ ജീവിതത്തിനൊരു സുഖാവസ്ഥ കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ വെൽ ബീയിങ് അതായിരിക്കണം പ്രമേഹ രോഗ ചികിത്സയുടെ ഏറ്റവും പ്രധാനം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരത്തെ നിയന്ത്രിച്ച് നിർത്തുക എന്നതാണ് പ്രമേഹ രോഗ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തിയാൽ മാത്രം പോരാ, നമുക്ക് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ അല്ലെ സങ്കീർണതകൾ വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലേ ഒരു പ്രമേഹ രോഗിക്ക് വെൽ ബീയിങ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പ്രമേഹ രോഗ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനം, നമ്മൾ ഡയബറ്റീസിനുള്ള മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക. 2, നമ്മളെ ഡയറ്റ് കൺട്രോൾ, ആഹാരത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുക, ചില ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഉൾക്കൊള്ളിക്കുക. അതുപോലെ തന്നെ നമ്മൾ ദിവസേന വ്യായാമം ചെയ്യുക. ഇതിലെല്ലാം ഉപരിയായി 4ാമത്തെ കാര്യം നമ്മുടെ ഡയബറ്റിക് എഡ്യൂക്കേഷൻ എന്നതാണ്. അതായത് പ്രമേഹ രോഗത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ അതിന് 4 തൂണുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ 4 തൂണിനോടാണ് ഈ 4 കാര്യങ്ങൾ ഡോക്ടർമാർ ഉപമിക്കുന്നത്. ഈ കാലുകളിൽ ഏതെങ്കിലും ഒന്നിന് ഒരാട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കസേരയിൽ നിന്നും വീഴാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പ്രമേഹ രോഗ ചികിത്സ പാളിപ്പോകാനും വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മൾ ഒരുപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുകയുള്ളൂ. പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ച് നിർത്തിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സങ്കീർണതകൾ ഉണ്ടാവാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണതകളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ഞാൻ ഈ സൂചിപ്പിച്ച 4 കാര്യങ്ങളും നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പ്രമേഹ രോഗ സങ്കീർണതകളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ. പലരും വിചാരിക്കുന്നത് കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ കിഡ്നിക്ക് ചില പ്രശ്നം വരുന്നു, ഇതൊക്കെ മാത്രമേ പ്രമേഹത്തിൻ്റെ സങ്കീർണതകളായിട്ടുള്ളൂ എന്നാണ്. അതുമാത്രമല്ല, ഈ പ്രമേഹ രോഗത്തെ നമ്മൾ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കും. നമ്മുടെ തലമുടി മുതൽ നമ്മൾ പാദം വരെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ഈ പ്രമേഹം ബാധിക്കും. അതിൽ ചിലതൊക്കെ വളരെ ഗൗരവമായ സങ്കീർണതകളാണ്. പ്രമേഹ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണതകളൊന്ന് അത് കണ്ണിനെ ബാധിക്കുന്നതാണ്. അതായത് കണ്ണിൻ്റെ കാഴ്ച ചിലപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് അത് കിഡ്നിയെ ബാധിക്കാം, കിഡ്നി ഫെയിലിയർ ഉണ്ടാകാം. അത് ചിലപ്പോൾ നമുക്ക് ഡയാലിസിസ് ആവശ്യമായിട്ട് വരും, ചിലപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരും. അതുപോലെ തന്നെ അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാം, അതുപോലെ സ്ട്രോക്ക് ഉണ്ടാക്കാം. നമ്മുടെ കാലിലേക്കൊരു രക്തഓട്ടത്തിന് തടസ്സം വന്നു കഴിഞ്ഞാൽ കാലിൽ ചിലപ്പോൾ വ്രണങ്ങളുണ്ടാകാം. അത് ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ വിരൽ മുറിച്ചു മാറ്റേണ്ടി വരും, കാല് തന്നെ ചിലപ്പോൾ മുറിച്ചു മാറ്റേണ്ട സന്ദർഭങ്ങൾ വരും. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന സങ്കീർണതകളാണ്. ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഇൻഫെക്ഷനും ആ പ്രമേഹ രോഗിക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരീരത്തിലുണ്ടാകുന്ന ഫംഗസ് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ നമുക്ക് ന്യൂമോണിയ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇതൊക്കെ വളരെ സാധാരണയാണ്. അതുപോലെ തന്നെ നമ്മൾ ആയുസ്സെത്താതെ മരിക്കുക, അതായത് പ്രീമച്വർ ഡെത്ത്, അത് പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന സങ്കീർണതകളുടെ അനന്തരഫലമാണ്. സാധാരണ ആൾക്കാർ മരിക്കുന്നതിന് 10 വർഷം മുമ്പേ പ്രമേഹ രോഗികൾ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കീർണതകളെ നമ്മൾ ഗൗരവമായി കാണുകയും അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പ്രമേഹ രോഗി പരിശ്രമിക്കേണ്ടതുമാണ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റയൊരു കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ നല്ലവണ്ണം നിയന്ത്രിച്ച് നിർത്തിയാൽ മാത്രം മതി. അങ്ങനെ നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച ആ 4 കാര്യങ്ങൾ, അതായത് ഡയബറ്റിക് മെഡിസിൻ കൃത്യമായിട്ട് എടുക്കുക, നമ്മൾ ഡയറ്റ് കൃത്യമായിട്ട് നോക്കുക, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, പിന്നെ പ്രമേഹത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എല്ലാ പ്രമേഹ രോഗികളിലും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ അറിഞ്ഞ് അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവർക്ക് പ്രമേഹത്തിൻ്റെ സങ്കീർണതകളെ ഒഴിവാക്കാനും പ്രമേഹത്തെ ഒരു കൂട്ടുകാരനെ പോലെ തന്നെ കൊണ്ടു നടന്ന് ജീവിതം ആസ്വദിക്കുവാനും സാധിക്കും. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.